ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലും രുചികരവുമായൊരു മീൻ കറി തയ്യാറാക്കിയാലോ? ഏതുതരം മീൻ കൊണ്ടും ഇങ്ങനെയൊരു മീൻ കറി വളരെ രുചികരമായി തയ്യാറാക്കിയെടുക്കാൻ കഴിയും. അത്യാവശ്യം തന്നെ നല്ല വലുപ്പമുള്ള കണ്ണൻ കുഴിയാള മീനാണ് ഈ മീൻകറി തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ മീൻകറി മൺചട്ടിയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോഴേക്കും 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഈ എണ്ണ മൺചട്ടിയിൽ മുഴുവനായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം. ഉലുവ എണ്ണയിൽ കിടന്നൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഒരു 7-8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു 10-15 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ വഴണ്ടു വന്ന ഉള്ളിയിലേക്ക് 2 പഴുത്ത തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കി അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് ഇളക്കി ചൂടാക്കി കൊടുക്കാം. ഇങ്ങനെ എണ്ണയെല്ലാം നല്ല രീതിയിലൊന്ന് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു 1.25 ടീസ്പൂൺ മതിയാകും. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നീട് മീൻകറിക്ക് ആവശ്യമായ പുളിക്കനുസരിച്ച് കുടംപുളി കുതിർത്തെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വെള്ളവും ചേർത്ത് കൊടുത്ത് ഗ്രേവി ഒന്ന് തിളച്ചു തുടങ്ങുമ്പോഴേക്കും 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. ഇനി മീൻകറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി ഗ്രേവിയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ചു വന്നാൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്ത് ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ മീനെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ മീനെല്ലാം നന്നായിട്ട് വെന്ത് ഗ്രേവി എല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള മീൻ കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഈ മീൻകറി ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കുന്നതിനേക്കാൾ ഒരല്പം കൂടി രുചികരമായിരിക്കും പിറ്റേ ദിവസം കഴിക്കുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. താങ്ക് യു.